ഹലോ, എല്ലാവർക്കും നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്കിന്ന് ഒരുപാട് അഗ്ലോണിമ വെറൈറ്റീസാണ് കേട്ടോ നമുക്ക് സെയിലിന് ഉള്ളത്. അപ്പോൾ എല്ലാത്തിൻ്റെയും റേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിം തന്നെയാണ് നമുക്കിത് ആ പ്ലാന്റിൻ്റെ സൈസ് വന്നിരിക്കുന്നത്. വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഞാൻ ഇത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കലാവ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് അഗ്ലോണിമയുടെ വെറൈറ്റീസാണ് വന്നിരിക്കുന്നത്. ഇത് സെയിം തന്നെയാണ് കേട്ടോ പ്ലാന്റ് സൈസ്. ഇത്രയും തന്നെ വലിയ പ്ലാന്റുകളാണ് നമുക്ക് അയക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ ഇത് വന്നിട്ട് 180 രൂപയുടെ പ്ലാന്റാണ്. അപ്പോൾ ഏതെങ്കിലും വെറൈറ്റീസിൻ്റെ പേരോ കാര്യങ്ങളോ ഒക്കെ അറിഞ്ഞ് അങ്ങനെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പ്ലാന്റ് സൈസ്. ഇത് 200 രൂപയാണ് നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. നമ്മൾ DTDC വഴിയാണ് കേട്ടോ പ്ലാന്റുകൾ അയക്കുന്നത്. പിന്നെ പോസ്റ്റ് ഓഫീസ് വഴി ഉണ്ടോ ഇല്ലയോ എന്ന് ഞാനും ചോദിച്ചില്ല. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അതും വാട്സപ്പിൽ ജസ്റ്റ് ചോദിച്ചാൽ പറ്റും, അല്ലെങ്കിൽ ഞാൻ കമൻറ്റിൽ കൊടുത്തേക്കാവേ. 230 രൂപ. ഈ ഒരു പ്ലാന്റ് 175 രൂപയാണ് കേട്ടോ നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് 180 രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ്. സെയിം സൈസാണ്, തന്നെ എപ്പോഴും എടുത്ത് വേണ്ട കാര്യമില്ലല്ലോ. ഇത് തന്നെയാണ് പ്ലാന്റ് സൈസ്. അടുത്ത പ്ലാന്റ് ഇത് ഈ ഒരു പ്ലാന്റാണ്. ഇത് 200 രൂപയാണ് കേട്ടോ നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വീഡിയോ ഇടാൻ തരുന്നവർ ഞങ്ങളുടെ വീഡിയോയുടെ താഴെ വരുന്ന ജസ്റ്റ് കമൻറ്റും കൂടെ നോക്കണം കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാ കമൻറ്റിനും മറുപടി കൊടുക്കുക എന്നല്ല, പോസ്റ്റൽ വഴിയുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ ഇന്ന പ്ലാന്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ. ഒരു 2-3 ദിവസത്തേക്ക് നിങ്ങളുടെ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകൾ ജസ്റ്റ് ഒന്ന് നോക്കണേ. അപ്പോൾ ആ ഒരു പ്ലാന്റ് ഉണ്ടോ അല്ലെങ്കിൽ ഈ ഒരു സർവീസ് ഉണ്ടോ അല്ലെങ്കിൽ പോസ്റ്റലുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനും കൂടെ ജസ്റ്റ് ഒന്ന് മറുപടി കൊടുക്കുക. ഒരു പ്ലാന്റൊക്കെ എടുത്താൽ മിനിമം എത്രയാണ് കൊറിയർ ചാർജ് വരിക എന്നൊക്കെ നമുക്ക് യൂട്യൂബ് കമൻറ്റ് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഞാൻ എപ്പോഴേലും ഇരുന്നൊക്കെയാണ് നമ്മുടെ കമൻറ്റുകളൊക്കെ നോക്കുക. കാരണം അതിനൊന്നും നേരം കിട്ടാറില്ല. അതുകൊണ്ടാണ് പലർക്കും ഇപ്പോൾ കമൻറ്റുകൾക്ക് മറുപടിയൊന്നും തരാത്തത്. നേരെയൊക്കെ കാലത്ത് ഇരുന്നിട്ടാണ് ഞാൻ ചിലപ്പോൾ കമൻറ്റൊക്കെ നോക്കുന്നത്. കാരണം ഫോൺ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് കുറേ വാട്സപ്പിൽ മെസ്സേജാണ്. ഇത് കോംബോയാണ് കേട്ടോ, 4 പ്ലാന്റ് 900 രൂപ. അപ്പോൾ വാട്സപ്പിലുള്ള മെസ്സേജുകൾക്ക് മറുപടിയും സെയിലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിയുമ്പം പിന്നെ ഞാൻ എന്തെങ്കിലും എൻ്റെ അടുത്ത പണിയായിട്ട് പോകും. അപ്പോൾ ശരിക്കും യൂട്യൂബിൽ വന്നിട്ട് കമൻറ്റുകളിൽ കാണുന്ന കുറച്ചതിനൊക്കെ മറുപടി കൊടുക്കാറുണ്ടെന്നല്ലാതെ ഫുള്ളെല്ലാം ഒന്ന് വായിച്ച് നോക്കി കമൻറ്റ് കൊടുക്കാൻ ഇപ്പം നേരം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കമൻറ്റിന് മറുപടി തരാത്ത. അല്ലാണ്ട് ആരും ഒന്നും വിചാരിക്കരുത്. തിരക്കൊക്കെ ഇത്തിരി ഒഴിഞ്ഞു കഴിയുമ്പം എന്നത്തെയും പോലെ തന്നെ പണ്ടൊക്കെ ചെയ്ത പോലെ തന്നെ എന്നും എല്ലാവർക്കും മറുപടിയൊക്കെ തരാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക.